Hello guys and welcome back to Best Capex. ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ മാരുതി സുസുക്കി ബലേനോയെ പറ്റിയാണ്. ഈ വാഹനത്തിൻ്റെ ശരിക്കുള്ള റിയൽ ലൈഫ് ഫോട്ടോസ് എല്ലാം തന്നെ ലീക്കായി വന്നിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഓരോ ഡിസൈൻ ആസ്പെക്ട്സിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരാം. ഈ വാഹനത്തിൻ്റെ ഹെഡ് ലാംപ്സിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ബലേനോയെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്ലീക്ക് ആക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ബലേനോയിൽ അവർ കയറി നിൽക്കുന്ന ഗ്രിൽ ഏരിയ ഒന്നുമില്ല. അതുമാത്രമല്ല കുറച്ചും കൂടെ ഒരു ഒഴുക്കൻ ഡിസൈനാണ് ഇപ്പോഴത്തെ ബലേനോയിൽ വരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഈ പുതിയ മോഡലിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ബോൾഡ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിപ്പോൾ കണ്ടിട്ട് ബേസ് മോഡൽ പോലെയാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഈ ഗ്രില്ല് നോക്കുകയാണെങ്കിൽ ഇതിലും വേറെ ക്രോം ഇൻസേർട്സ് ഒന്നും വരുന്നില്ല. താഴത്താണെങ്കിലും ഫോഗ് ലാംപ്സ് ഒന്നും കൊടുത്തിട്ടില്ല. സാധാരണഗതിയിൽ ഒരു വാഹനം ഇറങ്ങുന്ന സമയത്ത് ഗ്രില്ലിൻ്റെ താഴത്തൊക്കെ ക്രോം എലമെൻസും അതുപോലെ ഹെഡ് ലാംപ്സ് ആണെങ്കിലും പ്രൊജക്ടർ സെറ്റപ്പിലൊക്കെ തന്നെ വരേണ്ടതാണ്. പക്ഷേ ഇതിലിപ്പോൾ അതൊന്നുമില്ല, ഫോഗ് ലാംപ്സും ഇല്ല, അവിടെ ജസ്റ്റ് ഇൻസേർട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ബേസ് മോഡൽ ആവാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അതുകൊണ്ടിപ്പം ഇതിൻ്റെ ഡിസൈൻ വെച്ച് നമ്മൾ ഈ ക്രോം എലമെൻറ്റ്സ് ഒന്നും എന്തായാലും അളക്കാതിരിക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് ഈ വാഹനത്തിൻ്റെ ഏകദേശം ഡിസൈൻ എങ്ങനെ ഉണ്ടാവും എന്ന കാര്യം ഈ ഇമേജസിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ബേസ് മോഡലാണ് എന്ന് കാണിക്കുന്ന മറ്റു കുറച്ച് ഭാഗങ്ങളാണ് ഈ വാഹനത്തിൻ്റെ ORVMസും അതുപോലെ ഡോർ ഹാൻഡിൽസും എല്ലാം. ഈ ORVMs ആക്ച്വലി ഇത് കണ്ടിട്ട് ഗ്ലോസ് ബ്ലാക്ക് പോലെ ഉണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുമ്പോൾ അത് ശരിക്കും എന്താവും നമുക്ക് എന്തായാലും കണ്ടറിയാം. കാരണം ചിലപ്പോൾ ബേസ് മോഡലിന് മാരുതി സുസുക്കി ഈ പുതിയ ബലേനോയിൽ ഗ്ലോസ് ബ്ലാക്ക് ORVMs കൊടുക്കുമെന്ന് അറിയില്ല. എന്തായാലും ഈ വാഹനത്തിൻ്റെ ബോഡി കളർ ഡോർ ഹാൻഡിൽസ് ഒന്നും അല്ല, ബ്ലാക്ക് കളറിലാണ് ഡോർ ഹാൻഡിൽസ് വരുന്നത്. രണ്ട് സൈഡിലും ഇത് തന്നെയാണ്. ഇതിപ്പോൾ ഡോറെല്ലാം തുറന്നു നടക്കുന്ന രീതിയിൽ കാണുന്നതുകൊണ്ടാണ് ഭാഗ്യത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഡോർ ഹാൻഡിൽസ് ഒന്നും കാണില്ലായിരുന്നു. എന്തായാലും ഇത് മിക്കവാറും സിഗ്മ വേരിയൻ്റ് ആവാൻ തന്നെയാണ് ചാൻസ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ബേസ് മോഡലിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൻ്റെ ഒരു വ്യൂ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റിയർ ലുക്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്തായാലും ഇവിടെ ഇപ്പോൾ LED ടെയിൽ ലാംപ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ആ ടോപ്പ് പോർഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും LED ടെയിൽ ലാംപ്സ് തന്നെയാണ് ബേസ് മോഡലും വരുന്നതെന്ന്. അതെന്തായാലും ഒരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. കാരണം ബേസ് മോഡൽ മുതൽ തന്നെ എല്ലാ കമ്പനികളും LED ടെയിൽ ലാംപ്സ് കൊടുക്കാറില്ല. പക്ഷേ പുതിയ ബലേനോയിൽ ഇവരിത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി ഇതിൻ്റെ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ബലേനോയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബൂട്ട് ഡോറിലേക്ക് ചെറിയൊരു എലമെൻറ്റ് കയറി നിൽക്കുന്ന പോലെയുണ്ട്. അത് മിക്കവാറും റിഫ്ലക്റ്റേഴ്സോ വല്ലതും ആയിരിക്കും. കാരണം അതിപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് അതിൽ അവർ LEDസോ അല്ലെങ്കിൽ വേറെ ബൾബ്സോ കാര്യങ്ങളൊന്നും ഇട്ടതായിട്ട് തോന്നുന്നില്ല. എന്തായാലും ടെയിൽ ലാംപ്സ് കുറച്ച് വലിച്ചു നീട്ടി എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത പോലെ ഉണ്ട്. പിന്നെ ഈ ഫോട്ടോസ് റിയൽ ആണെന്ന് കാണിക്കുന്ന രീതിയിൽ ലെഫ്റ്റ് സൈഡിൽ ബലേനോയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ സുസുക്കിയുടെ ലോഗോ വരുന്നുണ്ട്. ഇത് ഫേക്ക് ഫോട്ടോസ് അല്ല, ഇത് റിയൽ ഫോട്ടോസ് തന്നെയാണ്. ഈ വാഹനത്തിൻ്റെ പ്ലാന്റിൽ നിന്ന് ലീക്കായി വന്ന ഫോട്ടോസാണിത്. ഇനി അതുപോലെ തന്നെ ഗ്ലാസ് ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പിൽ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ റിയർ വൈപ്പർ, വാഷർ, ഡീഫോഗർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഒരു വാഹനത്തിൽ വരുന്നതായിരിക്കില്ല. ഇനി ബമ്പേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഈ ബമ്പർ ആക്ച്വലി പുതിയ സെലേറിയോയുടെ പോലെയൊക്കെ തന്നെയുണ്ട്. കാരണം ഇപ്പോൾ ഒരു റിഫ്ലക്റ്റേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും എല്ലാം ഏകദേശം സിമിലർ ആയിട്ടുണ്ട്. എന്തായാലും ഇതിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ബമ്പറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പുതിയ സെലേറിയോയിൽ ബമ്പറിലല്ലായിരുന്നു അവർ പാർക്കിംഗ് സെൻസർ കൊടുത്തിരുന്നത്. അതിന് പകരം നമ്മൾ ബൂട്ട് ഡോർ തുറക്കുന്ന സമയത്ത് ആ സൈഡിലായിരുന്നു ഒരു പാർക്കിംഗ് സെൻസേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. എന്തായാലും ഇതിലൊരു ടിപ്പിക്കൽ സ്റ്റൈൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബമ്പർ ആണെങ്കിലും ബോഡി കളേർഡ് ആണ്, ഫ്രണ്ടിലത്തെ ബമ്പറും ബോഡി കളേർഡ് ആണ് ഗായ്സ്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈലിൻ്റെ ഒരു വ്യൂ. ഇനി ഈ വാഹനത്തിന് ഇൻറ്റീരിയർ സ്പൈ ഷോട്ട്സ് കുറച്ച് കാലം മുമ്പ് ലീക്കായി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപക്ഷെ അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിലൂടെ അതെന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ ഇത് പുതിയ ബലേനോയുടെ ഇൻറ്റീരിയർ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. സ്പൈ ചെയ്യപ്പെട്ട ഇൻറ്റീരിയേഴ്സ് ആണിത്. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. റൈറ്റ് സൈഡിലാണെങ്കിലും ക്രൂസ് കൺട്രോൾ ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ ഇനി മുതൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ നിലവിൽ വരുന്ന ബലേനോയിൽ ക്രൂസ് കൺട്രോൾ ഇല്ല. ആ ഒരു സെഗ്മെൻറ്റിലുള്ള മറ്റെല്ലാ വാഹനങ്ങളിലും ക്രൂസ് കൺട്രോൾ ഇപ്പോൾ വന്നു. പക്ഷേ എന്നാലും ബലേനോ മാത്രമാണ് ഈ ഒരു ഫീച്ചറിൻ്റെ കാര്യത്തിൽ പുറകിൽ നിൽക്കുന്നത്. ഇനി സ്റ്റിയറിംഗ് വീൽ ആണെങ്കിൽ തന്നെ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും XL6 സ്റ്റിയറിംഗ് വീൽ ആയിരിക്കും എന്നാണ്. കാരണം ഈ ക്രൂസ് കൺട്രോൾ ഉള്ള സ്റ്റിയറിംഗ് വീലാണ് പുതിയ സ്വിഫ്റ്റിൽ വെച്ചത്. അതിപ്പോൾ സ്വിഫ്റ്റ് ഫേസ് ലിഫ്റ്റ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ആയിരുന്നു. അത് XL6 നിന്നായിരുന്നു അവർ എടുത്തിരുന്നത്. എന്തായാലും ഡിസൈൻ വൈസ് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കാണാൻ രസമുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇപ്പോഴത്തെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം നല്ലതാണ്. കുറച്ചധികം സിൽവർ എലമെൻസും കാര്യങ്ങളെല്ലാം ഈ ഒരു സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും ടോപ്പ് ആൻഡ് മോഡലിൽ ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലൊക്കെ തന്നെയായിരിക്കും ഈ വാഹനത്തിന് ലഭിക്കാൻ പോകുന്നത്. ഇനി ഡാഷ്ബോർഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ എന്തായാലും സെൻറ്ററിൽ അവർ അത്യാവശ്യം വലിയ സൈസിലുള്ളൊരു ടച്ച് സ്ക്രീനാണ് പുതിയതായിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പം നിലവിലുള്ള ആ ഒരു 7 ഇഞ്ച് സ്മാർട്ട് സ്റ്റുഡിയോ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അല്ല ഈ വാഹനത്തിൽ വരുന്നത്. ഇതിപ്പോൾ കണ്ടിട്ട് മിനിമം ഒരു 8 ഇഞ്ച് സൈസെങ്കിലും ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. മിക്കവാറും ഒരു 8 or 9 ഇഞ്ചസ് വരെയൊക്കെ മാക്സിമം സൈസ് വരുന്ന ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആയിരിക്കും ഇത്. ഇതിലിപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. ഇനി AC വെൻസിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഇപ്പോൾ പുതിയ വന്ന സെലേറിയോ പോലെ തന്നെ കുറച്ചധികം സിൽവർ ഇൻസേർട്സ് അതിൻ്റെ സറൗണ്ടും കാര്യങ്ങളെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ബട്ടൺസിലേക്ക് വരികയാണെങ്കിൽ ഇത് ആക്ച്വലി പുതിയ i20യിൽ നിന്ന് ഇൻസ്പയർഡ് ആയതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അതിൻ്റെയും ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ബട്ടൺസ് ഏകദേശം ഇതുപോലെയാണ്. ആ ഒരു അപ്പ് ഡൗൺ ഫംഗ്ഷനിലാണ് ഈ വാഹനത്തിൻ്റെ രണ്ട് സൈഡിലുള്ള ഡയൽസ് വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കണ്ടീഷനിങ് ആണ് ഈ ഒരു വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഡയൽസ് കുറച്ചൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നി തുടങ്ങിയിരുന്നു. എന്തായാലും ഇതിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ കാണാൻ രസമുണ്ട്. ഓവറോൾ ഈ വാഹനത്തിൻ്റെ കോ പാസഞ്ചർ സൈഡിൽ വരുന്ന ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ വാഹനത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം ചേഞ്ചസ് തന്നെ ഡിസൈനിൽ ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യത്തിൽ ഇവർ വരുത്തിയിട്ടുണ്ട്. ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്ന സിൽവർ സ്ട്രിപ്പ് ആണെങ്കിലും
ആണെങ്കിലും ആ കോ പാസഞ്ചർ സൈഡ് വരെ പോകുന്നുണ്ട്. സൈഡിൽ കൊടുത്തിരിക്കുന്ന AC വെൻസിലാണെങ്കിലും എന്തായാലും കുറച്ചധികം സിൽവർ എലമെൻസ് ഒക്കെ നമ്മൾ ഈ സെൻറ്ററിൽ കാണുന്ന പോലെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യത്തിൽ ഇവർ വളരെയധികം പ്രീമിയം ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇൻസ്ട്രുമെന്റലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇത് ആക്ച്വലി മിക്കവാറും ഇപ്പം നിലവിലുള്ള ബലേനോയിലും അതുപോലെ സ്വിഫ്റ്റിൻ്റെ ഫേസ് ലിഫ്റ്റിലൊക്കെ വരുന്ന പോലത്തെ സെയിം ഇൻസ്ട്രുമെന്റലിസ്റ്റ് തന്നെ ആവാനാണ് സാധ്യത. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് അതിൻ്റെ MIDയുടെ ഗ്രാഫിക്സിൽ വ്യത്യാസം വരുത്തി കാണുമായിരിക്കും എന്നാണ്. ഇതിപ്പോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ആ സെയിം ഇൻസ്ട്രുമെന്റലിസ്റ്റ് ആണ്. കാരണം ലെഫ്റ്റ് സൈഡിലാണ് ടാക്കോമീറ്റർ, അതിന് താഴെ തന്നെ ഫ്യൂൽ ഗേജ് കൊടുത്തിട്ടുണ്ട്, റൈറ്റ് സൈഡിലായിട്ട് സ്പീഡോമീറ്റർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അത് ആ സെയിം ഇൻസ്ട്രുമെന്റലിസ്റ്റിൻ്റെ ഒരു ലേഔട്ട് ആണ്. എന്തായാലും പുതിയ ബലേനോയെ പറ്റി നമുക്കിപ്പോൾ ലീക്കായി കിട്ടിയിരിക്കുന്ന ഇത്രയും ഡീറ്റെയിൽസ് ആണുള്ളത്. ഇതിലൂടെ ഇപ്പോൾ ഏകദേശം ഈ വാഹനത്തിൻ്റെ ഡിസൈനും അതുപോലെ ഇൻറ്റീരിയേഴ്സിലാണെങ്കിലും ഏകദേശം എത്രത്തോളം ഫീച്ചേഴ്സ് വരും എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഡിസൈൻസ് കണ്ടിട്ട് പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം നിലവിലുള്ള ബലേനോയുടെ പോലത്തെ ആ ഒരു ക്ലാസ് ലുക്ക് ഉണ്ടല്ലോ, ആ ഒരു ലുക്ക് ഈ പുതിയ ബലേനോയ്ക്ക് എനിക്ക് തോന്നിയില്ല. ഒരുപക്ഷെ ബേസ് മോഡൽ ആയതുകൊണ്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ആദ്യകാലത്ത് XUV700 അവർ ഒഫീഷ്യലി അൺവീൽ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസ് കണ്ടിരുന്നു. ആ ഫോട്ടോസിലൂടെ ആ വാഹനത്തിൻ്റെ ഡിസൈൻ വളരെ ബോറായിരുന്നു, ആർക്കും അത് കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഈ വാഹനം മിക്കവാറും അതുപോലെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം ഇതിൻ്റെയും സ്പൈഡ് പിക്ക് തന്നെയാണ് നമുക്കിപ്പോൾ ഫാക്ടറി കണ്ടീഷൻസിൽ നിന്നൊക്കെ കിട്ടിയിരിക്കുന്നത്. അതുമാത്രമേ ഇപ്പോൾ കിട്ടിയത് ബേസ് മോഡൽ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഡിസൈൻ വൈസ് ഇനിയും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ ഒരു വാഹനത്തിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ബേസിക്കലി വലിയ ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു എന്തായാലും റിയൽ ലൈഫിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുമെന്ന്. ഇതിപ്പോൾ കാണുമ്പോൾ അത്ര ഒരു ലുക്ക് ഉള്ളതുപോലെ ആർക്കും തോന്നിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ കണ്ട ഇമേജസിൽ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ തീർച്ചയായും താഴെ കമൻസിൽ പറഞ്ഞോളൂ. ഇനി ഈ വാഹനത്തിന് മറ്റുള്ള ആസ്പെക്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ പുതിയ വാഹനം വരുമ്പോഴും അതിലിപ്പോൾ നിലവിലുള്ള 2 എഞ്ചിൻ ഓപ്ഷൻസ് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. ഡീസൽ എഞ്ചിൻ എന്തായാലും പുതിയ മോഡൽ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പോൾ ഉള്ള സെയിം 1.2 ലിറ്റർ എണ്ണ പെട്രോൾ എഞ്ചിൻ ഉണ്ടാവും. പിന്നെ 1.2 ലിറ്ററിന് തന്നെ ഡ്യുവൽ ജെറ്റ് ടെക്നോളജി എന്ന് മാരുതി സുസുക്കി വിളിക്കുന്ന മറ്റൊരു എഞ്ചിൻ കൂടി അവൈലബിൾ ആണ്. ഈ ഡ്യുവൽ ജെറ്റ് എഞ്ചിൻ ആക്ച്വലി 2 ഇഞ്ചക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ വേരിയബിൾ വാൽവ് ടൈമിംഗ് ആണ് ഈ ഒരു എഞ്ചിനിൽ വരുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ പവർ ആണെങ്കിലും നമ്മൾ ഒരു നോർമൽ 1.2 വേർഷനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതലാണ്. ഇപ്പം മറ്റേ 83 PS പവറാണ് കമ്പനി പറയുന്നത്. പക്ഷേ ഡ്യുവൽ ജെറ്റ് 1.2 എഞ്ചിന് 89 PS പവറോളം കമ്പനി പറയുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 6 PS പവറിനടുത്ത് ഈ ഒരു മോഡലിന് കൂടുതലുണ്ട് ഈ ഡ്യുവൽ ജെറ്റ് എഞ്ചിന്. ഇപ്പോൾ വരുന്ന ബലേനോയിലും ഈ സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ട്രാൻസ്മിഷൻസ് ആണെങ്കിലും ഇപ്പോൾ നിലവിലുള്ള മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണെങ്കിലും ഈ ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്ലാറ്റ്ഫോം എന്തായാലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ ഡിസൈൻ കണ്ടിട്ടാണെങ്കിലും എനിക്കിതൊരു ഫേസ് ലിഫ്റ്റ് പോലെയാണ് തോന്നിയത്. പിന്നെ ഇപ്പോൾ മാരുതി സുസുക്കിയുടെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിലധികം ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ഇതൊരു പുതിയ ജനറേഷൻ കൂടി ആയിരിക്കാം. കാരണം ഈ വാഹനത്തിൻ്റെ ഓവറോൾ ബോഡി പ്രപ്പോർഷൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്പൈ ഷോട്ട്സിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇപ്പോഴത്തെ വാഹനത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും തോന്നുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ലൈറ്റ്സും അതുപോലെ കുറച്ച് കോസ്മെറ്റിക് സൈഡ്സിൽ വ്യത്യാസം വരുത്തി, പിന്നെ ലൈറ്റ്സ് കുറച്ച് വലിച്ചു നീട്ടി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. ഈ വാഹനത്തിൻ്റെ ലോഞ്ച് എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 2022 ഫസ്റ്റ് ഹാഫിലാണ്. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനിയും ബലേനോയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഞാനത് അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.